മണിപ്പൂരിലെ ഇംഫാൽ അതിരൂപതയിൽ ഈ വർഷം തിരുപ്പട്ടം സ്വീകരിച്ചത് 12 നവവൈദികർ. 1.5 വർഷത്തിലേറെയായി ഗുരുതരമായ വംശീയ ആക്രമണങ്ങളാൽ പീഡിപ്പിക്കപ്പെടുന്ന ക്രൈസ്തവർക്ക് ഇത് നൽകുന്നത് പുത്തൻ പ്രതീക്ഷകളാണ്. മെയ്തേയ് കുക്കി വിഭാഗങ്ങൾക്കിടയിൽ നടന്ന വംശീയ ആക്രമണത്തിൽ ക്രൈസ്തവ സമൂഹം വളരെയധികം പീഡനങ്ങളിലൂടെയാണ് കടന്നുപോയത്. അനുരഞ്ജനത്തിൻ്റെ പാതയൊരുക്കുന്നതിന് ക്രൈസ്തവ സമൂഹം ഇവിടെ സുപ്രധാനമായ സ്ഥാനം വഹിച്ചു. നവവൈദികരിൽ 5 പേർ രൂപതാ വൈദികരും 7 പേർ സന്യാസ വൈദികരുമാണ്. അവരിൽ ഒരാളുടെ തിരുപ്പട്ടം ജനുവരി 5-ന് നടന്നു. മറ്റുള്ളവർ തിരുപ്പട്ട സ്വീകരണത്തിനായുള്ള ഒരുക്കത്തിലാണ്. അതേസമയം ഇന്ത്യയിലുടനീളമുള്ള കത്തോലിക്ക രൂപതകൾ മണിപ്പൂരിലേക്ക് വിവിധ തരത്തിലുള്ള സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. തുയ്ബുവാങ് ഇടവകയിലെ ഗാനോം ഗ്രാമത്തിൽ ആഭ്യന്തരമായി കുടിയിറക്കപ്പെട്ടവർക്ക് 50 വീടുകൾ വെച്ച് നൽകി. അടുത്ത 50 വീടുകളുടെ നിർമ്മാണം ഈ മാസം അവസാനത്തോടെ പൂർത്തിയാകും. മാർച്ച് അവസാനത്തോടെ എല്ലാം നഷ്ടപ്പെട്ടവർക്കായി 480ഓളം പുതിയ വീടുകൾ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ വീടുകൾക്ക് ചുറ്റും കൃഷി ചെയ്യാൻ ആവശ്യമായ ഭൂമിയും നൽകിയിട്ടുണ്ടെന്ന് അതിരൂപതാ വികാരി ജനറൽ വർഗീസ് വെളിക്കാകം പറഞ്ഞു.